ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഡിസംബർ മാസത്തിലെ ഓവുലേഷൻ സക്സസ്ഫുൾ ആക്കാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന 2 ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും ഈ 2 ടിപ്സ് നിങ്ങൾക്ക് കണ്ണും പൂട്ടി ചെയ്യാവുന്നതാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ആളുകൾ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അതിന്റെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കുക. അവർ ഫോളോ ചെയ്ത ടിപ്സും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതല്ലാത്തവർക്ക് ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ടിപ്സ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് വാച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചിയ സീഡ്സ് ആണ്. സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈൻ സ്റ്റോഴ്സിലും ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ചിയ സീഡ്സ്. ഈ ചിയ സീഡ്സ് മാത്രം മതി നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ത്രീകൾക്കും പുരുഷനും A to Z അവരുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചിയ സീഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് omega-3 ഫാറ്റി ആസിഡിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് ഏതൊരു സ്ത്രീയെയും പുരുഷനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാവുന്നത് കൊണ്ട് മാത്രം പ്രഗ്നൻസി നീണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, അയേൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സിങ്ക് എന്നിവ അടങ്ങിയിട്ടുണ്ട്. സിങ്ക് ഒക്കെ എന്ന് പറയുന്നത് പുരുഷന്റെ സെമൻ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും സ്ത്രീകളുടെ ആ ഒരു എഗ്ഗിന്റെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ എഗ്ഗ് പൂർണ്ണമായിട്ട് ഡെവലപ്പായിട്ട് റപ്ചർ ആകുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് സിങ്ക് എന്ന് പറയുന്നത്. അതും ഇതിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഡോക്ടറുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ മെഡിസിനെ മാത്രം 100% ട്രസ്റ്റ് ചെയ്ത് മുൻപോട്ടേക്ക് പോവുക. നമ്മൾ മെഡിസിൻ എടുക്കണം, അതോടൊപ്പം തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. സാധാരണ PCOD ഒക്കെ ഉള്ള ആളുകൾ ഡയറക്റ്റ് ആയിട്ടൊരു ലെട്രസോൾ മെഡിസിൻ ഒരു 3-4 മാസം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലും പ്രഗ്നൻസി കിട്ടാറില്ല. കാരണം നമുക്ക് PCOD ഉണ്ടെങ്കിലോ തൈറോയ്ഡ് ഉണ്ടെങ്കിലോ ഒബിസിറ്റി ഉണ്ടെങ്കിലോ മറ്റുള്ള എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടെങ്കിലോ നമുക്ക് അണ്ടത്തിന്റെ ക്വാളിറ്റി കുറയാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ മെഡിസിൻസ് മാത്രം ട്രസ്റ്റ് ചെയ്ത് നിൽക്കാതെ ഇത്തരത്തിലുള്ള ടിപ്സും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ആവുന്നതിന് അത് സഹായിക്കുന്നു. അത് മൂപ്പെത്തി വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 20 അല്ലെങ്കിൽ 22 mm സൈസിലോട്ട് എഗ്ഗിനെ എത്തിച്ച് അത് റപ്ചർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ടിപ്സ് ഫോളോ ചെയ്യുന്നത് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. ശരീരത്തിൽ രക്തക്കുറവ് ഉണ്ടാവുന്നതും നിങ്ങൾ അനീമിക് ആവുന്നതും നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഡയറക്റ്റ്ലി അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യുന്നതിന് ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നു. ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ബാലൻസ് കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ആവുകയുള്ളൂ. ഈസ്ട്രോജനോ പ്രൊജസ്ട്രോണോ ഏതെങ്കിലും ഒന്നിന്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ലൂട്ടിയൽ ഫേസിലും അതുപോലെ ആ ഒരു ഓവുലേഷൻ ഒരു ഫേസിലും നിങ്ങൾക്ക് ഹോർമോൺസിന്റെ ഇംബാലൻസസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ ശരീരത്തിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അതിലും നിങ്ങൾക്കിത് പോസിബിൾ ആണ്. ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാലും കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം കുറയുക, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് തന്നെ എഗ്ഗ് വളരുന്നില്ല, എഗ്ഗിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അങ്ങനെ ഒരു പ്രശ്നവും നിങ്ങൾക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്സ് ഫോളോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പീരിയഡ് സൈക്കിൾ നോർമൽ ആക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. ഒരുപാട് ആളുകൾക്കുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് ഏതെങ്കിലും ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നുണ്ടല്ലോ അപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഹെൽത്തി ആണെന്ന് വിചാരിക്കുന്നവരാണ് പലരും തന്നെ. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 21-നും 35-നും ഇടയിലായിട്ട് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് വരുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസത്തിലല്ല മെൻസ്ട്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ അതിനർത്ഥം എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെന്ന് തന്നെയാണ്. കൃത്യമായിട്ടാണ് മെൻസ്ട്രേഷൻ പോകുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓവുലേഷനും അതുപോലെ അടുത്ത പീരിയഡ്സ് ആവുന്ന ഡേറ്റും ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഈ ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളുടെ 2 ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും നോർമൽ ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതിന്റെ ഇംബാലൻസസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് പീരിയഡ് സൈക്കിൾ ഇറഗുലർ ആയിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് പുരുഷന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ omega-3 ഫാറ്റി ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ
പുരുഷന്റെ ജെനിറ്റൽ പാർട്സിലോട്ട് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇത് പലരിലും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്നത് ക്യൂർ ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി തന്നെ പ്രിമച്വർ ആവുന്നതിന് ആ ഒരു പ്രിമച്വർ സ്റ്റേജിൽ തന്നെ ഇജാക്കുലേഷൻ സംഭവിക്കുന്നതും അതുപോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ പുരുഷനെ സെമന് എന്തെങ്കിലും ക്വാളിറ്റി കുറവോ അതിന്റെ മറ്റുള്ള മോട്ടിലിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അതിന്റെ വിസ്കോസിറ്റിയോ അതിന്റെ ലിക്വിഫേഷൻ ടൈം കൃത്യമായിട്ട് വരാത്തതോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പുരുഷനും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും അവരുടെ പീരിയഡ്സിന്റെ ഡേ 1 മുതൽ ആ എൻറ്റയർ ആ മന്ത് ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഓവുലേഷൻ ടൈമിലോ അല്ലെങ്കിൽ പീരിയഡ്സ് ടൈമിലോ യൂസ് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടൊരു 30 ഡേയ്സ് ആണ് നിങ്ങൾക്ക് പീരിയഡ്സ് പോകുന്നതെങ്കിൽ അത്രയും ദിവസം, 35 ആണെങ്കിൽ അത്രയും ദിവസം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി എത്രത്തോളം എടുക്കണമെന്ന് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ നിങ്ങൾ എടുത്താൽ മതിയാകും. ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ജ്യൂസിലോ അല്ലെങ്കിൽ സാലഡ്സിലോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലോ നിങ്ങൾക്ക് ജ്യൂസിലോ ഏതിലാണെങ്കിലും ഷേക്ക് ആണെങ്കിലോ അതിലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചിയാ സീഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. ചിയാ സീഡ്സ് ഏതെല്ലാം ഫുഡ് ഐറ്റംസിൽ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ചിയാ സീഡ്സ് റെസിപ്പീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഏതെല്ലാം ഫുഡ് ഐറ്റംസിൽ ആഡ് ചെയ്തിട്ട് ഓരോരുത്തർ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതല്ലാതെ എനിക്കിവിടെ സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഏതെങ്കിലും ചാനലിന്റെ വേറൊരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് എനിക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ഫെർട്ടിലിറ്റിക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ചിയാ സീഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് എടുക്കുക. PCOD ഉള്ള ആളുകൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നല്ലതുപോലെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ, അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വെയിറ്റ് നോർമലായിട്ട് പോകുന്ന ആളുകൾക്ക് ഇത് എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഒരുപാട് വെയിറ്റ് ഒന്നും നിങ്ങൾക്ക് ലോസ് ആവില്ല. പക്ഷേ ഫെർട്ടിലിറ്റിക്ക് ഒരുപാട് ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എള്ളാണ്. എള്ളിനെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എള്ളിനെ പറ്റി ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം എള്ള് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ പീരിയഡ്സ് ആകും. അതുകൊണ്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് എള്ള് ഉപയോഗിക്കാനായിട്ട് പേടിയുള്ള ഒരുപാട് ആളുകളുണ്ട്. എള്ള് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പീരിയഡ്സ് ആകുന്നത് എള്ളിലെ പ്രൊജസ്ട്രോൺ ഹോർമോണും ഈസ്ട്രജൻ ഹോർമോണും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ഈ പറയുന്ന രീതിക്ക് നിങ്ങളത് എടുക്കുകയാണെങ്കിൽ എള്ളിനേക്കാളും വലിയൊരു ഗുണമുള്ളത് വേറെ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആള് ചെറുതാണെങ്കിലും അതിന്റെ വലിപ്പം ഭയങ്കരമാണ്, അതിന്റെ ഗുണം ഭയങ്കരമാണ്. എള്ളിൽ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാൽഷ്യം, അയൺ, വിറ്റമിൻ ഇ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളിൽ അണ്ടം റിലീസ് ആകുന്നതിന് സഹായിക്കുന്നവയാണ്. അത് മാത്രമല്ല ഓവുലേഷൻ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇതിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതിനും ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെ ഒരു ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എള്ളിൽ അടങ്ങിയിട്ടുള്ള സിങ്കിന്റെ കണ്ടന്റ് സെക്സ് ഹോർമോൺസിന്റെ വർക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ ഇതിൽ ിട്ടുള്ള അയൺ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സെലീനിയം ഉണ്ട്, ആർഗിനിൻ ഉണ്ട് എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി ബൂസ്റ്റിങ്ങിന് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എള്ളെന്ന് പറയുന്നത്. നേരത്തെ ചിയാ സീഡ്സിൽ പറഞ്ഞതുപോലെ തന്നെ പീരിയഡ്സിന്റെ ഡേ 1 മുതൽ തന്നെ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം 1 ടീസ്പൂൺ വീതമെങ്കിലും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആയിട്ട് പോകുന്നുണ്ടെങ്കിലോ ലോ ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിലോ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാ പ്രശ്നങ്ങളും ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. 1 ടീസ്പൂൺ വീതം നിങ്ങൾ എടുത്താൽ മതിയായിരിക്കും. ഇനി എള്ളുണ്ടയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ, ചില ആളുകൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് എള്ളുണ്ട കഴിക്കാറുണ്ട്. എള്ളുണ്ടയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു ദിവസം 1 എണ്ണമോ അല്ലെങ്കിൽ 2 എണ്ണമോ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ കഴിക്കുമ്പോൾ ഒപ്പം നിങ്ങളുടെ ഹസ്ബൻഡിനും ഇത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവറോൾ സെമന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ രണ്ടുപേരുടെയും സെക്ഷൽ ഡിസയർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും എള്ള് കൊടുക്കുന്നുണ്ട് കേട്ടോ. എള്ള് നിങ്ങൾ കഴുകിയിട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പാക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോൾ അത് അങ്ങനെ തന്നെ 1 ടീസ്പൂൺ ആയിട്ട് എടുത്ത് കഴിക്കാതിരിക്കുക കേട്ടോ. ഭക്ഷണത്തിൽ ആഡ് ചെയ്തിട്ട് എള്ളി കഴിക്കാനായിട്ട് താല്പര്യമുള്ളവർ അങ്ങനെ കഴിക്കുക. അല്ലാത്തവർ 1 ടീസ്പൂൺ നോർമലായിട്ട് എടുത്ത് ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് 1 മാസം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ അതിന്റെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ തന്നെ വിസിബിൾ ആകാനായിട്ട് തുടങ്ങും കേട്ടോ. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.